സോ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 8255 കുറിച്ചാണ്. 8255 എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ എനിക്കൊരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. അപ്പോൾ 8086 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ ഉണ്ട്. എനിക്ക് ആ മൈക്രോ പ്രോസസ്സറിലേക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യണം. എനിക്കപ്പോൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കൊടുത്തേക്കുന്ന പോലെ എനിക്കിതിങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഇവരുടെ ഇടയ്ക്കൊരു സംഭവം വേണം. ആ ഇടയ്ക്കുള്ള സംഭവത്തെയാണ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ 8255 എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് ആണ്. ഇനി നമുക്ക് അതുകൊണ്ടാണ് യൂസ്ഡ് ഇൻ്റർഫേസ് IO ഡിവൈസസ് വിത്ത് മൈക്രോ പ്രോസസ്സർ എന്ന് കൊടുത്തേക്കണേ. ഇനി എനിക്കിതിനകത്ത് കുറച്ച് സ്പെഷ്യാലിറ്റീസ് പറയാം. ഇതിനകത്ത് 3 പോർട്സ് ഉണ്ട്. 3 പോർട്സ്, ഇത് 3 8-bit ആണ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി. പോർട്ട് എ എന്ന് പറയുന്നത് 8-bit, ഒന്നെങ്കിൽ ഇത് ഔട്ട്പുട്ട് എടുക്കാനാവാം ഓർ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുക. 2 രീതിക്കും ആക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ പോർട്ട് ബിയും ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുക, ഔട്ട്പുട്ടായിട്ടും ആക്ട് ചെയ്യാം. പോർട്ട് സിയുടെ ഒരു പ്രത്യേകതയുണ്ട്. പോർട്ട് സിനെ നമ്മൾക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. PC ലോവറും PC അപ്പർ ബിറ്റ്സും. PC ലോവർ ബിറ്റ്സ് എന്ന് പറയുന്നത് PC0 to PC3യും PC അപ്പർ എന്ന് പറയുന്നത് PC4 to PC7. ഇതെന്തിനാണെന്നുള്ളത് പിന്നെ നോക്കാം. ഇനി നമുക്ക് ഒരു പടം നോക്കാം. സോ നമുക്ക് ഈ ഇമേജ് നോക്കാം. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും കണ്ടോ, മേളിൽ ഗ്രൂപ്പ് എ 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോർട്ട് എയും പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞില്ല പോർട്ട് സിനെ അപ്പറും ലോവറും ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. പോർട്ട് സിയുടെ അപ്പർ ബിറ്റ്സും ആ 4 ബിറ്റ്സും പിന്നെ പോർട്ട് എയുടെ 8 ബിറ്റ്സും കൂടെ കൂടുന്നതാണ് ഗ്രൂപ്പ് എ എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് പോർട്ട് ബിയും അതുപോലെ തന്നെ പോർട്ട് സിയുടെ ലോവർ ബിറ്റ്സുമാണ്. പോർട്ട് ബിയുടെ 8 ബിറ്റും പോർട്ട് സിയുടെ ആ 4 ബിറ്റ്സുമാണ്. പോർട്ട് സി ലോവർ 4 ബിറ്റ്സും കൂടെ കൂടിയാണ് ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത്. ഇനി ഈ സിഗ്നൽസ് നമുക്ക് ആക്ച്വലി പിന്നീട് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ പോർട്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ 3 പോർട്സ് പറഞ്ഞു, ABC. ഇത് 2 രീതിക്ക് ആക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് ഒന്നെങ്കിൽ ഈ 3 ABCയും 8 ബിറ്റ്സ് ആക്കി തന്നെ ആക്ട് ചെയ്യും ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട്. ഓർ ചിലപ്പം എയും ബിയും 8 ബിറ്റ് ആയിട്ടും മറ്റേ C എന്ന് പറയുന്നത് 4 ബിറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അത് നമ്മൾ ആക്ച്വലി കുറേയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും. നമുക്ക് 8255യുടെ ആർക്കിടെക്ചർ നോക്കാം. 8255യുടെ ആർക്കിടെക്ചർ നമ്മളിപ്പോൾ കണ്ട ഇമേജില്ലേ, ഈ ഇമേജാണ് 8255യുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പം ഡേറ്റാ ബസ് ബഫർ ഉണ്ട്, റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്, ഇവിടെ ഗ്രൂപ്പ് എ കൺട്രോൾ ചെയ്യാൻ ഒരെണ്ണമുണ്ട്, ഗ്രൂപ്പ് ബി കൺട്രോൾ ചെയ്യാൻ ഒരെണ്ണമുണ്ട്, പിന്നെ ഓരോരോ പോർട്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. സോ 8255 ആർക്കിടെക്ചറിനകത്ത് ഫസ്റ്റ് വൺ ഡേറ്റാ ബസ് ബഫറാണ്. നമ്മൾ പറഞ്ഞില്ലേ ഒരു മൈക്രോ പ്രോസസ്സറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസ്സറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ഡേറ്റാ ബസ് ഉണ്ട്. ആ ഡേറ്റാ ബസ്സിനെയും നമ്മുടെ IO പോർട്സ് ഉണ്ടല്ലോ, ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ ഡേറ്റാ ബസ് ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിൽ എന്തുണ്ട്, നമ്മുടെ IO പോർട്സ് ഉണ്ട്. ഇവരെ രണ്ടുപേരും സെപ്പറേറ്റ് ആക്കി നിൽക്കുന്ന ഒരാളാണ് ഡേറ്റാ ബസ് ബഫർ എന്ന് പറയുന്നത്. ഈ ഡേറ്റാ ബസ് ബഫറിലായിരിക്കും നമ്മുടെ റീഡ് ചെയ്യുമ്പോൾ റൈറ്റ് ചെയ്യുമ്പോൾ ഡേറ്റയൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ വേർഡ് നമ്മളിപ്പോൾ പഠിക്കും, അങ്ങനത്തെ കൺട്രോൾ വേർഡ് വരുന്നത്. ഇതൊക്കെ ഈ ഡേറ്റാ ബസ് ബഫറിനകത്താണ്. ഇനി അടുത്തതാണ് നമ്മളിപ്പോൾ പറഞ്ഞ 3 പോർട്സ്, പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി. അത് നമ്മളിപ്പോൾ പറഞ്ഞ സെയിം സാധനം. ഇനി കൺട്രോൾ ലോജിക് ബ്ലോക്ക് ഉണ്ട്. നമ്മളിവിടെ കണ്ട ഈ ഒരു റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ടല്ലോ, അതാണ് ഈ കൺട്രോൾ ലോജിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ സാധനത്തെയും കൺട്രോൾ ചെയ്യുന്നതാണ് ഈ കൺട്രോൾ ലോജിക് ബ്ലോക്ക്. അപ്പം മൈക്രോ പ്രോസസ്സർ ഇപ്പോൾ ഇതിന് സിഗ്നൽസ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, കണ്ടോ, റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, ഈ ലെഫ്റ്റിൽ കുറേ കൊടുത്തേക്കുന്നത് കണ്ടോ, A1 A0. ഇതെന്തിനാണെന്നുള്ളത് നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ റീഡ് സിഗ്നൽ റീഡ് ചെയ്യാനായിട്ട്. അപ്പം RD 0 ആകുമ്പോഴാണ്, കാരണം RD ബാറല്ലേ, സോ RD 0 ആകുമ്പോഴാണ് റീഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ സിഗ്നൽസ് ഒക്കെ ആരാ കൊടുക്കുന്നത്, ഈ സിഗ്നൽസ് എല്ലാം നമ്മുടെ മൈക്രോ പ്രോസസ്സറാണ് കൊടുക്കുന്നത്. ഈ റീഡ് റൈറ്റ് ലോജിക്കിൻ്റെ ഉള്ളിൽ കുറേ സർക്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ വരുന്ന സിഗ്നൽസിനെയൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഇറ്റ് consists of sequential and combination logic circuits that interpret the control signals received from the microprocessor. എന്നിട്ട് ഈ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്തിട്ട് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് കൺട്രോൾ ലോജിക് ബ്ലോക്ക്. ഇനി ഒരു കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്. ഈ കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയുന്നത്
നമ്മൾ അതിനെയും അത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രോൾ വേർഡ് രജിസ്റ്റർ, ഈ സാധനം നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ബേസിക്കലി എന്താണ്, നമ്മളിപ്പോൾ പല പോർട്സ് പറഞ്ഞല്ലോ, ഈ പോർട്സ് ഏത് പോർട്ടാണ് ചൂസ് ചെയ്യേണ്ടത്, ഈ പോർട്ട് ഇൻപുട്ട് ചെയ്യണോ ഔട്ട്പുട്ട് ചെയ്യണോ, അങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിക്കും. ഇനി CS എന്ന് പറയുന്നത് ചിപ്പ് സെലക്ടർ. ബേസിക്കലി നമ്മുടെ മൈക്രോ പ്രോസസ്സർ ഈ ഒരു 8255 സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് CS എന്ന് പറയുന്നത്. അപ്പോൾ CS എപ്പോൾ 0 ആകുന്നോ അപ്പം നമ്മുടെ മൈക്രോ പ്രോസസ്സർ നമ്മുടെ ഈ ചിപ്പിനെ സെലക്ട് ചെയ്യും. ഇനി RD എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റീഡ് സിഗ്നൽ, അതായത് RD എപ്പോഴാണ് 0 എന്ന് അതിൻ്റെ അർത്ഥം അപ്പം റീഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ WR എപ്പോഴാണ് റൈറ്റ് ആണ്, WR എപ്പോഴാണ് 0 എന്ന് അതിൻ്റെ അർത്ഥം അതപ്പോൾ റൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. A0 A1 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. A0 A1 നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, കുറേ പോർട്സ് ഉണ്ട്, പോർട്ട് A, പോർട്ട് B, പോർട്ട് C. ഇപ്പോൾ ഒരു കൺട്രോൾ രജിസ്റ്ററും പറഞ്ഞു. ഇതിനെ ചൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് A0യും A1 എന്നും പറയുന്നത്. ഇത് ഈ രണ്ട് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും A1 A0. ഈ വരെ നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ ആക്ച്വലി അഡ്രസ് ലൈൻസിലേക്ക് കണക്റ്റഡ് ആണ്. ഓക്കെ, സോ നമുക്കിനി നോക്കാം ഇതിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നുള്ളത്. A0 A1ൻ്റെ വാല്യൂ അനുസരിച്ച് അത് മാറുന്നുണ്ടോ. 00 ആണെങ്കിൽ പോർട്ട് A, 01 ആണെങ്കിൽ പോർട്ട് B, 10 ആണെങ്കിൽ പോർട്ട് C. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 10 ആണെങ്കിൽ പോർട്ട് C, 11 ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൺട്രോൾ രജിസ്റ്ററിനെ ചൂസ് ചെയ്യും. ഇനി ചിപ്പ് സെലക്ട് 1 ആണെന്നുണ്ടെങ്കിൽ A1 A0 എന്ത് വാല്യൂ ആണെങ്കിലും അത് സെലക്ഷൻ വരില്ല, കാരണം നമ്മൾ ചിപ്പ് സെലക്ട് ചെയ്തിട്ടേ ഇല്ല. സോ ഇതാണ് ബേസിക്കലി A1 A0ൻ്റെ സംഭവം. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആ റൈറ്റിൽ എഴുതിയേക്കുന്നുണ്ടോ ചിപ്പ് സെലക്ട് ബാർ, അത് 0 കൊടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ചിപ്പ് സെലക്ട് ചെയ്തു. A1 A0 എന്ന് പറയുന്ന രണ്ടാളും 0 എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പോർട്ട് ആണ് സെലക്ട് ചെയ്യുന്നത്. റീഡ് സിഗ്നൽ 1 ആക്കി, റൈറ്റ് സിഗ്നൽ 0 ആക്കി. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ, റീഡ് സിഗ്നൽ 1 എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യത്തില്ല, റൈറ്റ് സിഗ്നൽ 0 എന്ന് വെച്ചാൽ റൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ അർത്ഥം നമ്മുടെ ചിപ്പ് സെലക്ട് ചെയ്തു, ഇനി റൈറ്റ് ടു പോർട്ട് A എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ ഈ ഒരു ആർക്കിടെക്ചർ പഠിച്ചു വെക്കണം. സോ ക്വസ്റ്റ്യൻസിൽ KTൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോഴത്തേക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ആർക്കിടെക്ചർ ഡിഫൈൻ, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പം ഒന്ന് ഇത് വരയ്ക്കാൻ പഠിക്കണം, പിന്നെ ഓരോന്നും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണിത്. ഡേറ്റാ ബസ് ബഫർ നമ്മൾ പറഞ്ഞു, റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക് പറഞ്ഞു. ഇനി ഈ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും കൺട്രോൾ കണ്ടോ. ബേസിക്കലി ഈ ഗ്രൂപ്പ് എ കൺട്രോളിൽ ഗ്രൂപ്പ് ബി കൺട്രോളും നമ്മുടെ ആ കറസ്പോണ്ടിങ് ഗ്രൂപ്പ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കും ഈ ഗ്രൂപ്പ് എ കൺട്രോളിനെയും ഗ്രൂപ്പ് ബി കൺട്രോളിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ആ ആരോസ് പോകുന്നൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക് ഓരോ പോർട്സിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആരോസ് എല്ലാം ബൈ ഡയറക്ഷണലാണ്, എല്ലാം ബൈ ഡയറക്ഷണൽ. ആ ഡബിൾ ആയിട്ട് എഴുതിയേക്കുന്ന ലൈൻസ് എല്ലാം ബൈ ഡയറക്ഷണലാണ്. ഒരിടത്ത് ഞാൻ ആക്ച്വലി ബൈ ഡയറക്ഷനലല്ല കൊടുത്തേക്കണം, ഗ്രൂപ്പ് എ കൺട്രോളിൻ്റെ അവിടെ, അതും പക്ഷേ ബൈ ഡയറക്ഷനലാണ്. സോ ഇത് ബേസിക്കലി പറയുന്നത് എന്താ, ഗ്രൂപ്പ് എ പോർട്ട് എയുടെ അവിടെ ബൈ ഡയറക്ഷണൽ എന്ന് വെച്ചാൽ എനിക്ക് റീഡ് ചെയ്യാനും പറ്റും റൈറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു മീനിങ് ആണ് ബൈ ഡയറക്ഷനിൽ കൊടുത്തേക്കുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കൺട്രോൾ വേർഡ് പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു കൺട്രോൾ രജിസ്റ്റർ ആ സംഭവം പറഞ്ഞത്, അതാണ് ഈ ബേസിക്കലി ഈ കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കൺട്രോൾ വേർഡ് ഒരു വാല്യൂ തരും, എന്നിട്ട് എന്തൊക്കെ മോഡാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് കൺട്രോൾ വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എപ്പോഴാണ് സെലക്ട് ആവുന്നത്, A0 A1ഉം 11 ആവും. ഇത് കണ്ടോ, ഇവിടെ പറഞ്ഞ പോലെ A0 A1 എപ്പോഴാണ് 11 ആവുന്നത് അപ്പോഴാണ് നമ്മുടെ കൺട്രോൾ രജിസ്റ്ററിനെ ചൂസ് ചെയ്യുന്നത്. അപ്പം കൺട്രോൾ രജിസ്റ്റർ ചൂസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡേറ്റാ ബസ് ബഫറിൽ, ഈ ഡേറ്റാ ബസ് ബഫറിലേക്കാണ് നമ്മൾ ഈ കൺട്രോൾ വേർഡ് ലോഡ് ചെയ്യുന്നത്. ഇനി 8255 ഈ കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണുള്ളത്. അപ്പം ഇതാണ് D7 തൊട്ട് D0 വരെ, അത് ഞാൻ താഴെ പിന്നീട് കാണിക്കാം. ബേസിക്കലി D7 തൊട്ട് D0 വരെ ഉണ്ട്. ഇത് ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോർട്ട് ഇൻപുട്ട് ചെയ്യണോ ഔട്ട്പുട്ട് ചെയ്യണോ, പിന്നെ അതിൻ്റെ മോഡ് എന്താണ്, ഈ മോഡ് നമ്മളിപ്പോൾ അടുത്ത പഠിക്കും. ഇങ്ങനത്തെ കുറച്ച് സംഭവമാണ് ബേസിക്കലി കൺട്രോൾ വേർഡ് പറയുന്നത്. ഇനി നമുക്ക് 2 മോഡ്സ് ഉണ്ട്, ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ്, അതായത് BSR മോഡ്, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡും ഉണ്ട്. ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ പല പോർട്സ് പറഞ്ഞല്ലോ, പോർട്ട് സിയിൽ മാത്രമേ ഈ ഒരു മോഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് സിയിൽ നമ്മൾ എത്ര പറഞ്ഞു,
8 ബിറ്റാന്ന് പറഞ്ഞല്ലോ, അതായത് PC0 തൊട്ട് PC7 വരെയുണ്ട്. എനിക്കിതിനകത്ത് ഏതെങ്കിലും ഒരു ബിറ്റ് ചൂസ് ചെയ്ത്, ഇപ്പോൾ സേ ഒരു എക്സാമ്പിൾ പറയാം, എനിക്ക് PC2 ചൂസ് ചെയ്തിട്ട് എനിക്ക് അതിനെ ഒന്നെങ്കിൽ സെറ്റ് ചെയ്യണം, അതായത് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 1 ആക്കണം, അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 0 ആക്കണം. അങ്ങനെ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു BSR മോഡിലേക്ക് ജമ്പ് ചെയ്യും. എങ്ങനെയാണ് എനിക്ക് BSR മോഡിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല കൺട്രോൾ വേർഡ്, ഇതൊരു കൺട്രോൾ വേർഡാണ്. ഈ കൺട്രോൾ വേർഡിൽ D7 0 ആക്കി, D7 0 ആക്കിയെന്ന് വെച്ചാൽ BSR മോഡാണ്. ഈ D7 1 ആക്കുവാണെങ്കിൽ IO മോഡ്. ഇത് കണ്ടോ, ഇവിടെ കാണാൻ പറ്റും. D7 0 ആണെങ്കിൽ BSR മോഡാണ്, D7 1 ആണെങ്കിൽ IO മോഡാണ്. അപ്പം ഈ ഓരോ മോഡിനും ഈ കൺട്രോൾ വേർഡിൻ്റെ ഈ മീനിങ് ഡിഫറെൻറ്റാണ്. സോ അതൊന്ന് നോക്കി വെക്കണം. ഇത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക്കലി ഇപ്പം നമുക്ക് BSR മോഡ് നോക്കാം. BSR മോഡിൽ D7 0 ആണ്. ഇനി D6 D5 D4 അത് ഡോണ്ട് കെയർ, അതെന്തായാലും കുഴപ്പമില്ല. നമ്മളത് യൂസ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ മിക്കവാറും 0 ആണ് ഇടുന്നത്. ഇനി D3 D2 D1 ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പോർട്സി ഉണ്ടല്ലോ, പോർട്സി നമ്മൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അതായത് 0 to 7 വരെ ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു PC2 സെലക്ട് ചെയ്യണം. അതെങ്ങനെയാണ് സെലക്ട് ചെയ്യണത്? അത് ബേസിക്കലി ഇതിൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇത് കണ്ടോ, 000 ആണെങ്കിൽ PC0 നമ്മൾ യൂഷ്വലി ചെയ്യത്തില്ല, അതുപോലെ 001 ആണെന്നുണ്ടെങ്കിൽ PC1, 010 ആണെങ്കിൽ PC2, അങ്ങനെ പോയി 111 ആണെങ്കിൽ PC7. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവും പോർട്സിയുടെ ഏത് ബിറ്റാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എനിക്ക് എന്ത് ചെയ്യണം? D0 എടുക്കണം. D0 എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് PC2 എന്താ ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് PC2ൻ്റെ വാല്യൂ പോയിട്ട് 1 ആക്കണം. അപ്പം ഇത് സെറ്റ് ചെയ്യണോ റീസെറ്റ് ചെയ്യണോ എന്ന് പറയുന്ന ബിറ്റാണ് D0. അപ്പം നമ്മൾ D0യുടെ വാല്യൂ നോക്കും. D0 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ PC ഏതാണോ അത് സെറ്റ് ചെയ്യണം. 0 ആണെന്നുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ബേസിക്കലി BSR മോഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പോർട്ട് സിയുടെ ബിറ്റ് 0 1 ആക്കാൻ വേണ്ടി, സെറ്റോ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് BSR. അതാ പേരിന്ന് മനസ്സിലാവും, ബിറ്റ് സെറ്റോ റീസെറ്റ് മോഡ്. ഇതാണ് ബേസിക്കലി BSR മോഡ് എന്ന് പറയുന്നത്. അടുത്ത മോഡാണ് IO മോഡ്. സോ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. 8255ൻ്റെ ഈ 2 മോഡ്സ് ഏതാണോ അത് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്, അതൊരു ക്വസ്റ്റ്യനാണ്. സോ IO മോഡിനകത്ത് ഈ IO മോഡ് തന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മോഡ് 0, മോഡ് 1, മോഡ് 2. അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ ഓരോ ബിറ്റ്സ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്കറിയണം. ഈ സാധനം ആക്ച്വലി നമ്മൾ കാണാണ്ട് പഠിക്കണം. D7 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 ആണെന്നെങ്കിൽ IO മോഡ്, 0 ആണെന്നുണ്ടെങ്കിൽ BSR മോഡ്. ഇനി D6 D5 എന്ന് പറയുന്നത് മോഡ് A. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എത്ര മോഡ്സ് ഉണ്ട്, മോഡ് 0, മോഡ് 1, മോഡ് 2. അപ്പം നമ്മുടെ പോർട്ട് A എന്ന് പറയുന്നത് ഏത് മോഡായിരിക്കണം, അതാണ് ഈ D6 D5 ഒരുമിച്ച് പറയണത്. ഇപ്പോൾ 00 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം മോഡ് 0, 01 ആണെന്നുണ്ടെങ്കിൽ മോഡ് 1 ഡോണ്ട് കെയർ, 1 പിന്നെ 0 ആയാലും 1 ആയാലും എന്തായാലും മോഡ് 2 ആയിരിക്കും. D4ൻ്റെ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ പോർട്ട്, നമ്മൾ പറഞ്ഞില്ലേ പോർട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടാകാം ഔട്ട്പുട്ടാകാം. ഈ എന്തായിരിക്കണം, ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് D4. 1 ആണെങ്കിൽ ഇൻപുട്ടാണ്, D4 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പോർട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. ഇതുപോലെ തന്നെയാണ് D3. പക്ഷേ D3യുടെ സംഭവം എന്ന് വെച്ചാൽ അത് സിയുടെ അപ്പർ ബിറ്റ്സ്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് D3. അത് ഇൻപുട്ടായിരിക്കണം ഔട്ട്പുട്ടായിരിക്കണം. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളുടെ D4ഉം D3ഉം ഒരുമിച്ചായിരിക്കണം. ലൈക്ക് പോർട്ട് എയുടെ ബിറ്റും പോർട്ട് സി അപ്പറിൻ്റെ ബിറ്റും ഒരുമിച്ചാണ്. കാരണം എന്താ, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പാണ്, പോർട്ട് എയും പോർട്ട് സിയുടെ അപ്പർ ബിറ്റ്സും. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ D1 D0 നോക്കുവാണെങ്കിൽ പോർട്ട് ബിയും പോർട്ട് സിയുടെ ലോവർ ബിറ്റ്സും എന്താ ഒരുമിച്ചാണ്, കാരണം അവരൊരു ഗ്രൂപ്പാണ്. ഓക്കെ, സോ ഇത് തന്നെയാണ് ബാക്കി ബിറ്റ്സ് സെയിം സാധനമാണ്. D2 എന്ന് പറയുന്നത് ബിയുടെ മോഡ് പറയും, അതായത് മോഡ് 0 ആണോ മോഡ് 1 ആണോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ പോർട്ട് എയ്ക്ക് മോഡ് 2 വരെ വന്നിട്ടുണ്ട്, ബിക്ക് അത് വന്നിട്ടില്ല, അതെന്തുകൊണ്ടാണ്? ബേസിക്കലി നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ ബേസിക്കലി ഇങ്ങനെയാണ്, ബിക്ക് മോഡ് 2 എടുക്കാൻ പറ്റില്ല, മോഡ് 0 അല്ലെങ്കിൽ മോഡ് 1 വരെ പറ്റത്തുള്ളൂ. ഇനി D1ൻ്റെ കേസ് വരുമ്പോഴും പോർട്ട് ബി ഇൻപുട്ടായിരിക്കണോ ഔട്ട്പുട്ടായിരിക്കണോ, D0 വരുമ്പോഴത്തേക്കും സിയുടെ ലോവർ ബിറ്റ്സ് ഇൻപുട്ടായിരിക്കണോ ഔട്ട്പുട്ടായിരിക്കണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. നമ്മളിതൊരു എക്സാമ്പിൾ വെച്ച് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
സോ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. മോഡ് 0 എന്താണെന്ന് നോക്കാം. മോഡ് 0 എന്ന് പറയുന്നത് ബേസിക്കലി സിമ്പിൾ IO, അതായത് വെറുതെ ഇൻപുട്ട് ചെയ്യാനോ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു മോഡാണ് മോഡ് 0 വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ്. ഓക്കെ, സോ എന്താണ് ഈ ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത് നോക്കാം. ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ IO കൺട്രോൾ അപ്രോച്ച് ടു സിങ്ക്രണൈസ് IO ഡിവൈസസ് ആൻഡ് വിത്ത് മൈക്രോ പ്രോസസ്സർ. എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഇവർ തമ്മിൽ എന്തുണ്ട്, ഡേറ്റ അയക്കുന്നുണ്ട്. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ചിലപ്പോൾ സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ മൈക്രോസ് ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും, ഇങ്ങനെയൊക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, ഡേറ്റ അവിടെ സിങ്ക്രണൈസ്ഡ് ആയിരിക്കില്ല, ഒരു ഓർഡറിലായിരിക്കില്ല. അപ്പോൾ അത് ഒരു സിങ്ക്രണൈസേഷനിൽ വരുത്തുന്ന ഒരു അപ്രോച്ചിനെയാണ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മോഡ് 0 എന്തില്ല, ഹാൻഡ് ഷേക്കിംഗ് ഇല്ല, സിങ്ക്രണൈസ്ഡ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നമ്മുടെ IO ഓപ്പറേഷനായിട്ട് പോർട്ട് A ഉപയോഗിക്കാം, പോർട്ട് B ഉപയോഗിക്കാം, പോർട്ട് C ഉപയോഗിക്കാം, ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ പോർട്ട് സിയുടെ ഒരു പ്രത്യേകത നമുക്കത് ആ പോർട്ട് സീനെ 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെന്നുണ്ടെങ്കിൽ 2 4-bit ആയിട്ടുള്ള പോർട്ട്സ്, എന്ന് വെച്ചാൽ എനിക്ക് മേ ബി പോർട്ട് സിയുടെ അപ്പർ ബിറ്റ്സിന് 4-bit ആയിട്ട് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. എന്നിട്ട് മറ്റേ 4-bit ലോവറിന് എനിക്ക് എന്തിനും ഉപയോഗിക്കാം, ഔട്ട്പുട്ടിനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ 2 ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, ലൈക്ക് 2 4-bit ആയിട്ട് ഉപയോഗിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതാണ്ട് ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ 8-bit ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ലൈക്ക് പോർട്ട് സീൻ്റെ അപ്പറും ലോവറും ഒരുമിച്ച് എനിക്കൊരു ഒറ്റ 8-bit പോർട്ടായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ബേസിക്കലി എത്ര എണ്ണം ഉണ്ട്, പോർട്ട് A, പോർട്ട് B, പോർട്ട് സിയുടെ അപ്പർ ബിറ്റും ഉണ്ട്, പോർട്ട് സിയുടെ ലോവർ ബിറ്റ് പോർട്ടും ഉണ്ട്. അങ്ങനെ 4 എണ്ണം ഉണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ IO, അപ്പം നമുക്ക് ഈ മോഡ് 0ൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെ ഇതെന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ട് പോർട്ട്സ് ആർ ലാസ്റ്റ്. അപ്പം ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ലാസ്റ്റ് എന്ന് വെച്ചാൽ അതിലേക്ക് ലാസ്റ്റ് റിട്ടേൺ ആയിട്ടുള്ള ഡേറ്റ എന്താണോ അതത് ഹോൾഡ് ചെയ്യും. അതാണ് ലാസ്റ്റിൻ്റെ മീനിങ്. സോ ഇവിടെ ഔട്ട്പുട്ട് പോർട്ട്സ് മാത്രമാണ് ലാസ്റ്റ്, ഇൻപുട്ട് പോർട്ട്സ് ലാസ്റ്റ് അല്ല. ഇനി നമ്മുടെ എത്ര പോർട്ട്സ് ഉണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ 4 പോർട്ട്സ് ഉണ്ട്. ഈ 4 പോർട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ 16 കോമ്പിനേഷൻസ് പോസിബിളാണ്. ഓക്കെ, സോ ഇനി അടുത്തതാണ്, ഇപ്പം നമ്മൾ മോഡ് 0 പറഞ്ഞു. മോഡ് 0 എന്ന് പറഞ്ഞാൽ സാധാ സിമ്പിൾ IO മാത്രം. മോഡ് 1-നകത്ത് അതിൻ്റെ വേറൊരു പേരാണ് സ്ട്രോബ്ഡ് IO മോഡ്. എന്താ സ്ട്രോബ്ഡ് IO മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ഹാൻഡ് ഷേക്കിംഗ് കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ സിങ്ക്രണൈസേഷൻ സംഭവമുണ്ട്, അതാണ് ഇവിടെ സ്ട്രോബ്ഡും ഹാൻഡ് ഷേക്കിങ്ങും മീനിങ് സെയിമാണ്. സോ ഇവിടെ ഹാൻഡ് ഷേക്കിംഗ് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോർട്ട് Aയും പോർട്ട് Bയും നമുക്ക് മോഡ് 1-നകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇവർ രണ്ടാളെ 8-bit ഇൻപുട്ട് ചെയ്യാനോ ഔട്ട്പുട്ട് ചെയ്യാനായിട്ടോ 2 രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പോർട്ട് Bയിൽ PC0 to PC2 ഇറ്റ് പ്രൊവൈഡ്സ് ഹാൻഡ് ഷേക്ക് ലൈൻസ്. അതായത് നമ്മൾ പോർട്ട് B ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഹാൻഡ് ഷേക്ക് ചെയ്യാൻ, അതായത് ലൈക്ക് ഈ സിങ്ക്രണൈസേഷൻ സാധനത്തിന് PC0 to PC2 ആണ് ലൈക്ക് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആ അടുത്ത ലൈനൊരു മിസ്റ്റേക്ക് ഉണ്ട്, പോർട്ട് C അല്ല, അത് പോർട്ട് A ആയിരിക്കണം. പോർട്ട് Aക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോർട്ട് Aനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് PC3 to PC5. അപ്പോൾ ഈച്ച് പോർട്ട് യൂസസ് 3 ലൈൻസ് ഈച്ച്. അതാണ് ഈച്ച് പോർട്ട് കണ്ട, ഈച്ച് യൂസസ് 3 ലൈൻസ് ഓഫ് C പോർട്ട്. ആ ഒരു സംഭവം നമ്മൾ ഓർക്കണം. ഇനി ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു, PC എന്ന് പറയുന്നത് PC0 to PC7 ഉണ്ട്. PC0 to PC5 വരെ ഹാൻഡ് ഷേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചു. ബാക്കി ആരൊക്കെ ഉണ്ട്, PC6 ഉണ്ട്, PC7 ഉണ്ട്. ഇവർ രണ്ടുപേരും എന്താ ഉപയോഗിക്കുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പോർട്ട് Aയും പോർട്ട് Bയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, 8-bit ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഈച്ച് പോർട്ട് യൂസസ് 3 ലൈൻസ് ഓഫ് പോർട്ട് C. നമ്മളിപ്പോൾ കണ്ടല്ലോ 3 ലൈൻസാണ് യൂസ് ചെയ്യുന്നത്, ബാക്കി 2 നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഇൻട്രപ്റ്റ് ലോജിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ മോഡ് 0-ക്കകത്ത് ഇൻട്രപ്റ്റ് ലോജിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിന് കുറേ സിഗ്നൽസ് ഉണ്ട്, ആക്ച്വലി ഇൻട്രപ്റ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് സിഗ്നൽസ് ഉണ്ട്. ബേസിക്കലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻപുട്ടിൻ്റെ കേസാണെങ്കിൽ ഈ ഇൻട്രപ്റ്റ് സിഗ്നൽ സെറ്റ് ആക്കുകയാണെങ്കിൽ എനിക്കൊരു ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് CPU-ൻ്റെ ഇപ്പോൾ ചെയ്യുന്ന വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡ് 1-നകത്ത് ഇൻട്രപ്റ്റ് ലോജിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇവിടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡേറ്റ ലാസ്റ്റ്. നമ്മുടെ മോഡ് സീറോയിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ ലാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താ, ഇൻപുട്ടും ഔട്ട്പുട്ട് ഡേറ്റയും ലാസ്റ്റാണ്. ഓക്കെ, അതാണ് മോഡ് 1. ഇപ്പോൾ മോഡ് 0 എന്ന് പറഞ്ഞാൽ സിമ്പിൾ IO ആണ്. മോഡ് 0 സിമ്പിൾ IO. മോഡ് 1 എന്ന് പറയുന്നത് എന്താ, അവിടെ ഹാൻഡ് ഷേക്കിങ്ങും കൂടെ വരുന്നുണ്ട്. പിന്നെ പോർട്ട് C എന്ന് പറയുന്ന ഹാൻഡ് ഷേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. മോഡ് 2ൻ്റെ കേസിൽ സ്ട്രോപ്ഡ് ബൈ ഡയറക്ഷണൽ IO മോഡ് എന്ന് വെച്ചാൽ ഹാൻഡ് ഷേക്കിംഗ് ഉണ്ട്, പക്ഷേ ഇത് ബൈ ഡയറക്ഷനാണ്. എന്ന് വെച്ചാൽ ഒരേ സമയത്ത് എന്താ ഇൻപുട്ടും ഔട്ട്പുട്ടും പറ്റും. ഇപ്പം നേരത്തെ കേസിലേക്ക് ഒന്നെങ്കിൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ പോർട്ടേ ഞാൻ ഇൻപുട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇൻപുട്ട് മാത്രമേ അതിൽ കൂടെ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു മോഡ് 2ൽ എനിക്ക് ഒരേ സമയത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും പറ്റും. അതാണ് ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ മാത്രമേ നമുക്ക് പോർട്ട് A മാത്രമേ ബൈ ഡയറക്ഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പോർട്ട് B നമുക്ക് ബൈ ഡയറക്ഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പോർട്ട് A നമ്മൾ മോഡ് 2 ഉപയോഗിക്കുമ്പം നമുക്ക് പോർട്ട് Bനെ വേറെ എന്തെങ്കിലും മോഡ് ഉപയോഗിക്കാം. അത് മോഡ് 1ലോ മോഡ് 0ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പോർട്ട് C അതിനനുസരിച്ച്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സോ ഡേറ്റ ക്യാൻ ബി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓൺ സെയിം 8 ലൈൻസ്, PA0 to PA7 വരെ. ഈ ഒരു കേസിൽ നമ്മളിപ്പം ഹാൻഡ് ഷേക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സ്ട്രോപ്ഡ് എന്ന് വെച്ചാൽ ഹാൻഡ് ഷേക്ക് ഉണ്ട്. ഹാൻഡ് ഷേക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഇവിടെ PC3 to PC7 വരെയാണ് ഹാൻഡ് ഷേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താ ആക്ച്വലി, നമ്മളിപ്പോൾ കുറേ കോൺസെപ്റ്റ് പറഞ്ഞു. ബേസിക്കലി ഇത് എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യമേ നമ്മുടെ മൈക്രോ പ്രൊസസ്സർ നമ്മുടെ ചിപ്പിനെ സെലക്ട് ചെയ്യണം, 8255 സെലക്ട് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യണേ, ചിപ്പ് സെലക്ട് വെച്ചിട്ട്. ചിപ്പ് സെലക്ട് എപ്പോഴാണോ 0 ആകുന്നത് അപ്പം നമ്മുടെ ചിപ്പ് സെലക്റ്റായി. കാരണം എന്താ, CS ബാറാണ്, അതുകൊണ്ടാണ് CS 0 ആകുമ്പോൾ നമ്മുടെ ചിപ്പ് സെലക്ട് ആവും. ഇനി ചിപ്പ് സെലക്ട് ആയി നമുക്ക് എന്ത് വേണം, നമുക്ക് ഏത് പോർട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പോർട്ട് A ഉണ്ട്, പോർട്ട് B ഉണ്ട്, പോർട്ട് C ഉണ്ട്. ഏത് പോർട്ടാണ് സെലക്ട് ചെയ്യണമെന്ന് എനിക്കറിയണമല്ലോ. അതിനാണ് A0 A1 ഉള്ളത്. A0 A1ൻ്റെ വാല്യൂ അനുസരിച്ച് ഇപ്പം 00 ആണെങ്കിൽ പോർട്ട് A ചൂസ് ചെയ്യും, 01 ആണെങ്കിൽ പോർട്ട് B ചൂസ് ചെയ്യും, 10 ആണെങ്കിൽ പോർട്ട് C ചൂസ് ചെയ്യും, 11 ആണെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ യൂസ് ചെയ്യും. ഇവിടെ കറക്റ്റായിട്ടാണ് കൊടുത്തേക്കണേ. സോ ഇങ്ങനെയാണ് നമ്മൾ പോർട്ട് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പം എൻ്റെ ചിപ്പ് സെലക്ട് ചെയ്തു. ഇനി അതിനകത്തുള്ള പോർട്ട് സെലക്ട് ചെയ്തു. ഇനി എനിക്ക് ഓരോ പോർട്ടിനും പല പല മോഡ് പറ്റും. മോഡ് 0, മോഡ് 1, മോഡ് 2 ഇൻപുട്ട് ഔട്ട്പുട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. സോ അപ്പം അതിനി എങ്ങനെ ചൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെന്ന് വെച്ചാൽ അപ്പം ഞാൻ D7 എന്ത് കൊടുക്കണം, D7 1 കൊടുക്കണം ഇൻപുട്ട് ഔട്ട്പുട്ടിനായിട്ട്. ഇനി എന്ത് മോഡ് കൊടുക്കണം എന്നുള്ളത് എങ്ങനെയാണ്. സോ D6 D5 എന്ത് പറയും, എൻ്റെ എയുടെ മോഡ് ഏതാണെന്ന് പറയും. D2 എന്ത് പറയും, എൻ്റെ ബിയുടെ മോഡ് എന്താണെന്ന് പറയും. അപ്പം മോഡ് എനിക്ക് കിട്ടി. അപ്പോൾ എന്തൊക്കെ എനിക്ക് കിട്ടി, എൻ്റെ ചിപ്പ് സെലക്റ്റായി. ഇപ്പം ഞാൻ തൽക്കാലം ഇതിനൊരു എക്സാമ്പിൾ താഴെ പറയുന്നുണ്ട്, അപ്പോൾ കുറേ കൂടെ മനസ്സിലാവും. പോർട്ട് സെലക്ട് ചെയ്തു, ആ പോർട്ടിൻ്റെ മോഡ് നമ്മളിപ്പോൾ ഇപ്പോൾ A ആണ് ഞാൻ പോർട്ട് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ D6 D5 അതിൻ്റെ മോഡ് തരും. ഇനി ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇനി A എന്ന് പറയുന്നത് ഇൻപുട്ട് ചെയ്യണോ ഔട്ട്പുട്ട് ചെയ്യണോ, അതെങ്ങനെ അറിയാം. അതാണ് ഈ കറസ്പോണ്ടിങ് D4. ഇപ്പം A ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ D4 പോയി നോക്കും. D4 1 ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട്, 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട്. അപ്പം ഇതാണ് ബേസിക്കലി. എന്നിട്ട് ഓക്കെ, അപ്പം ഇതല്ല. ഇനി എനിക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നൽസ് ഉണ്ടല്ലോ, ആ റീഡ് ചെയ്യാനുള്ള റൈറ്റ് ചെയ്യാനുള്ള സിഗ്നൽസ് ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ റീഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, RD 0 കൊടുക്കും, WR 1 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇതൊരു ക്വസ്റ്റ്യനാണ്. അപ്പം പോർട്ട് B, പോർട്ട് C അപ്പറും ടു ബി ഇനീഷ്യലൈസ്ഡ് ആസ് ഇൻപുട്ട് പോർട്ട്സ്, പോർട്ട് C ലോവർ ആൻഡ് പോർട്ട് A ടു ബി ഇനീഷ്യലൈസ്ഡ് ആസ് ഔട്ട്പുട്ട് പോർട്ട്സ്. എല്ലാം ഇസ് ഇൻ മോഡ് 0. അപ്പോൾ എങ്ങനെ ഞാൻ ചെയ്യും, അപ്പോൾ ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, D7 എന്ന് പറയുന്നത് 1 ആക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ D7 1 ആക്കി. ഇനി ഇവർ പറഞ്ഞേക്കണത് മോഡ് സെലക്ട് ചെയ്യാം. നമുക്ക് എല്ലാം മോഡ് 0-ലാണെന്ന് പറഞ്ഞു. അപ്പോൾ മോഡ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഇവിടെ പോയി നോക്കുക. ഇത് കണ്ടോ, D6 D5 മോഡ് സെലക്ട് ചെയ്യാനാണ്, D2 മോഡ് സെലക്ട് ചെയ്യാനാണ്. ഇവർ പറഞ്ഞേക്കുന്നത് എല്ലാം മോഡ് 0-ലാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, D6 D5 0 കൊടുക്കണം. അതുപോലെ തന്നെ D2 ഞാൻ എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ബേസിക്കലി ഇവിടെ ചെയ്തേക്കുന്നത്. കണ്ടോ, D6 D5 D2 എല്ലാം 0 ആക്കി. ഇനി പറഞ്ഞേക്കുന്നത് പോർട്ട് B പോർട്ട് C അപ്പർ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. അപ്പം ഞാൻ പോയി നോക്കും, ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഇവിടെയാണ്. പോർട്ട് ബിയുടെ ഏതാ, D1 ആണ്. പോർട്ട് ബിയും അതുപോലെ തന്നെ
പോർട്ട് സി അപ്പർ അല്ലേ, D3 ആണ്. അപ്പോൾ D1 D3 രണ്ടും എന്താണ്, ഇൻപുട്ടാണ്. അപ്പോൾ രണ്ടും എന്ത് കൊടുക്കണം, 1 കൊടുക്കണം. ഇനി അതുപോലെ തന്നെ പോർട്ട് എയും CL, അതായത് സി ലോവറും ഔട്ട്പുട്ടാണ്. അപ്പോൾ ഞാൻ കറസ്പോണ്ടിങ് പോയി നോക്കി, D4 D0 0 ആക്കി. അപ്പം ബേസിക് ഇനി ഈ സാധനം എന്തല്ല, ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ചെയ്തു, D7 തൊട്ട് D0 വരെ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഈ കിട്ടിയിട്ട് ഞാൻ കറസ്പോണ്ടിങ് ഹെക്സിലാക്കി. അപ്പോൾ 8A ആണ്. അപ്പോൾ ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ എഗെയിൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവർ ഈ ഹെക്സാഡെസിമൽ വാല്യൂ തരും, ഹെക്സാഡെസിമൽ വാല്യൂ തന്നിട്ട് ചോദിക്കും ഈ കൺട്രോൾ വേർഡ് എഴുതാൻ ചോദിക്കും. അപ്പം നമ്മൾ ബേസിക് ഹെക്സാഡെസിമൽ വായിച്ചിട്ട് നമ്മളിത് കറസ്പോണ്ടിങ് ഈ സാധനം പറയാൻ പറയും. അതായത് പോർട്ട് ബി എന്താണ്, പോർട്ട് സി അപ്പർ എന്താണ്, അങ്ങനെ ഏത് മോഡാണ്, ഈ സാധനം പറയാനായിട്ട് പറയും.